ഇനി ഇവരെത്ര തലകുത്തി, ഇവർക്ക് അറിയാവോ റെയിൽവേ എന്ന് പറയുന്ന സാധനം എന്താണ്? ട്രെയിനിൽ കയറി ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്തിട്ടുള്ള അല്ലാതെ റെയിൽവേ അതിന്റെ എക്സ്പെർട്ടീസ് ഉണ്ടോ? അതിന്റെ എക്സ്പീരിയൻസ് ഉണ്ടോ? ടെക്നോളജി ഉണ്ടോ? ഒരു സാധനമില്ല. ആകെപ്പാടെ അറിയാവുന്ന കാര്യം ഷൊർണൂരിൽ എറണാകുളത്ത് കൊണ്ടുപോയി അപ്പം വിൽക്കാവുന്ന സംഭവം മാത്രമാണ്. അങ്ങനെ അപ്പം ചുടുന്ന പോലെ ഉണ്ടാക്കുന്ന സാധനം അല്ല ദിവ്യ. ഇത് ടെക്നോളജിയാണ്, ഇത് സയൻസാണ്. അത് ചെയ്യേണ്ടതും അതിനെപ്പറ്റി അഭിപ്രായം പറയേണ്ടതും ഒക്കെ ഇവരാണ്, അതിന്റെ എക്സ്പെർട്ടുകളാണ്. എന്തുകൊണ്ടാണ് കേരളയിലെ സിൽവർ ലൈൻ DP അപ്രൂവൽ കിട്ടാതിരുന്നത്? അപ്രൂവൽ കേന്ദ്ര ഗവൺമെന്റ് വളരെ പ്രൊഫഷണൽ ആയിട്ട് മാത്രമേ ഇങ്ങനത്തെ കാര്യങ്ങളെ സമീപിക്കുകയുള്ളൂ. അതിന്റെ സർവേ മുതൽ പഴിച്ചതാണ്. ലിഡാർ സർവേ മാത്രമേ, അതായത് ഏരിയൽ സർവേ മാത്രമേ നടത്തിയിട്ടുള്ളൂ. ടെറസ്ട്രിയൽ സർവേ നടത്തിയിട്ടില്ല, പരിസ്ഥിതി ആഘാതം നടത്തിയിട്ടില്ല. അതുകൊണ്ട് എന്താ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലിയ പാടങ്ങളുടെ നടുവിൽ കൂടെ പോയി പിന്നെ ഒരു കുന്നിനെ വളഞ്ഞ് അല്ലെങ്കിൽ കുന്നിന്റെ മുകളിൽ കൂടെ കയറി ഇങ്ങനെയൊക്കെയാണ് ആ സാധനം പോയത്. അങ്ങനെയാണ് നാട്ടുകാരുടെ വീടിന്റെ അടുക്കളയിൽ. ശരിയായിക്കോട്ടെ, അതിന്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ എങ്ങനെയൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ ഈ പദ്ധതിയുടെ പിന്നീടുള്ള ഘട്ടങ്ങളിലാണല്ലോ തീരുമാനിക്കേണ്ടത്. ഇവിടെ ജനം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരുണ്ട്, ആ സർക്കാരിനെ നയിക്കാൻ ഒരു മുഖ്യമന്ത്രിയുണ്ട്. അപ്പോൾ ആ മുഖ്യമന്ത്രി വഴി ഒരു ആശയവിനിമയം നടക്കാതെ, അല്ലെങ്കിൽ ആ മുഖ്യമന്ത്രി പോലും അറിയാതെ ഇങ്ങനെ ഒരു അതിവേഗ പാതയുമായി ഒരു ഓഫീസ് തുറക്കുന്നു, DPR കടക്കുന്നതിലേക്ക് കടക്കുന്നു, അതെങ്ങനെയാണ് ശരിയാവുക? അതിനകത്തൊരു രാഷ്ട്രീയം കാണുന്നതിൽ എങ്ങനെയാണ് തെറ്റ് പറയാൻ കഴിയുക? ശ്രീ ശാവ് പ്രസാദ്, ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ശ്രീധരൻ ഒരു 4-5 വർഷം മുമ്പ് നേരത്തെ പറഞ്ഞാൽ BJPയിൽ ചേർന്നതോടെ, അദ്ദേഹം അവിടെ പാലക്കാട് മത്സരിച്ചതോടെ ഈ ശ്രീധരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളാത്ത കള്ളനും വൃത്തികെട്ടവനുമായി മാറി. അങ്ങനെയുള്ള ഈ ശ്രീധരനെ അവരുടെ ഹാൻഡിലുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കും. ഇവരുടെ CPM-ന്റെ ഹാൻഡിലുകൾ അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാണ്, എന്താണ് അദ്ദേഹത്തിനോടുള്ള സമീപനം എന്നൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു വ്യക്തി ഇനിയിപ്പം ഇതിൻ്റെ അകത്ത് ഈ ശ്രീധരൻ അദ്ദേഹം സത്യസന്ധത കൊണ്ടും കഴിവ് കൊണ്ടും എല്ലാം അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് വളരെ കൃത്യമാണ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രിയായിട്ട് ഈ ഒരു അതിവേഗ റെയിൽവേ ഈ ലൈനെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. എനിക്കെന്തായാലും അദ്ദേഹം പറയുന്നതാണ് വിശ്വാസം. അദ്ദേഹം കേന്ദ്ര ഗവൺമെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അശ്വിനി വൈഷ്ണവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. അവിടെ നിന്ന് ഒരു ഗോ ഹെഡ് സിഗ്നൽ കിട്ടി. അതനുസരിച്ചാണ് അദ്ദേഹം ഇപ്പൊ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ എന്നാണോ താങ്കളുടെ അഭിപ്രായം? സംശയം എന്താ? കാര്യം സർക്കാരിനെ കൊണ്ട് കഴിയാത്ത, ഈ ഒരു സംസ്ഥാന ഗവൺമെന്റിനെ കൊണ്ട് കഴിയാത്ത, അവരുടെ കയ്യിൽ നിൽക്കാത്ത, അവരുടെ പോർട്ട്ഫോളിയോയിൽ വരാത്ത ഒരു വലിയ വൻ പദ്ധതിക്ക് വേണ്ടി ഞങ്ങൾ ഇതാ ഉണ്ടാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഒരു പുകമറ സൃഷ്ടിച്ച് അതിനു വേണ്ടിയിട്ട് 100 കോടി രൂപ, അതിനു വേണ്ടിയിട്ട് ഒരു ആഫീസ്, അതിനു വേണ്ടിയിട്ട് ഇനി വേറെ പിൻവാതിൽ നിയമനം, അതിൻ്റെ അകത്ത് വേറെ കുറെ ആൾക്കാര് അങ്ങനെ അടിച്ച് ഇത് അതിവേഗപാതയിലായാലും സർക്കാരിന്റെ സഹായമില്ലാതെ നടക്കില്ല. ശ്രീ ശാവ് പ്രസാദ്, താങ്കൾക്കും അറിയാമല്ലോ. അത് ഏത് പദ്ധതിയായാലും സർക്കാരിന്റെ സഹായമില്ലാതെ എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? ഇനി കേന്ദ്രം വിഭാവനം ചെയ്യുന്നതായാലും കേന്ദ്രം അനുമതി നൽകിയാലും. ഇപ്പൊ ഈ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ ഈ ശ്രീധരന്റെ പദ്ധതി അല്ലെങ്കിൽ ശ്രീധരൻ കൊടുക്കുന്ന DPR കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചു മുമ്പോട്ട് പോയി. ഇവിടെ വരുന്ന ഏത് സർക്കാരായാലും they will be forced to cooperate. അവർ ചെയ്തേ പറ്റുള്ളൂ. കാര്യം ഇത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണത്. ഇത് അല്ലാതെ ഈ ശ്രീധരന്റെ പദ്ധതി കേന്ദ്ര ഗവൺമെന്റിനോട് പോയി പണി നോക്ക്, ഇത് കേരളമാണ്, എന്താണ് 21ാം നൂറ്റാണ്ടാണ്, ഫാസിസ്റ്റുകളുടെ റെയിൽവേ ഞങ്ങൾക്ക് വേണ്ട എന്നൊന്നും ഒരു സർക്കാരിനും പറയാൻ പറ്റില്ല ദിവ്യ. They will be forced to cooperate. അങ്ങനെ ഫോഴ്സ് ചെയ്ത് ചെയ്യേണ്ടതാണോ ഇതുപോലെയുള്ള പദ്ധതികൾ?